മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മെ മാടി വിളിച്ചിരുന്ന സ്ഥലങ്ങൾ ഉണങ്ങാത്ത മുറിവായി എന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ പഠനങ്ങളും മുൻകരുതലും വേണമെന്നും സ്പീക്കർ. അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ സിസ്മിക് സെൻറ്റർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെൻ്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നത് നന്നാവും. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരധിവസിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ്. ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത്. വയനാട് മുണ്ടക്കൈയിലും കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ടവരെ സർക്കാർ ചേർത്ത് പിടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കാൻ പ്രത്യേക ദൗത്യം ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ച് നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിമർശനങ്ങൾ ഉണ്ടാകാത്ത വിധം പുനരധിവാസം വേഗത്തിലാക്കണം. സഹായം പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാട് ദൗർഭാഗ്യകരമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീർച്ചയായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുകയാണ്. അതേ അവസരത്തിൽ തന്നെ നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ കുറേ കൂടി വേഗത്തിലാകണം. അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ആ ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പിന്തുണയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിലും നിയമസഭയിൽ വരാനിരിക്കുന്നത് ഏറ്റുമുട്ടലിന്റെ ദിവസങ്ങൾ. ADGP MR അജിത് കുമാറിനെതിരായ പരാതികൾ, പൂരം കലക്കൽ, മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം എന്നിങ്ങനെ വിവാദങ്ങൾ നിരവധിയാണ്. ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുന്നതിൽ നിന്ന് മന്ത്രിമാരെ രക്ഷിക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇടപെട്ടു എന്ന ആക്ഷേപവും പ്രതിപക്ഷത്തിനുണ്ട്. LDF സ്വതന്ത്രനായി നിയമസഭയിലെത്തിയ PV അൻവറിന് ഇനി പ്രതിപക്ഷ നിരയിലാണ് സീറ്റ് എന്നതും ശ്രദ്ധേയം. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സലിം, എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രം? അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് സർക്കാർ ആലോചന? വേണു, ഇന്നത്തെ നിയമസഭ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത എന്നേ പറയാൻ കഴിയൂ. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി ചരമോപചാരം അർപ്പിച്ച ഇന്നത്തേക്ക് സഭ പിരിഞ്ഞെങ്കിൽ തിങ്കളാഴ്ച മുതൽ സഭ സമ്മേളിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അത് സഭ ഇന്നോളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ചുള്ള അത്രയധികം വിഷയങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം ആദ്യ ദിവസം ഉന്നയിക്കും എന്നതിൽ പോലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന അത്രയധികം വിഷയങ്ങളാണ് ഉള്ളത്. ഏറ്റവും അവസാനമായി വന്ന മുഖ്യമന്ത്രിയുടെ PR ഏജൻസി വിവാദം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോലും അതിന് മറുപടി കൃത്യമായി ഉണ്ടാകാത്തതോടെ പ്രതിപക്ഷം ഏറ്റവും അധികം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും PR ഏജൻസി വിവാദമാകും. ആദ്യ ദിവസത്തെ അടിയന്തര പ്രമേയമായി ഉണ്ടാകാൻ പോകുന്നതും PR ഏജൻസി വിവാദമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ADGP RSS കൂടിക്കാഴ്ച, അതിന് പിന്നാലെ ADGPയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും ഒക്കെ സഭയിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ മറുപടി പറയിക്കാൻ ശ്രമിക്കും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പ്രത്യേകിച്ചും CPIക്ക് ഉൾപ്പെടെ വലിയ എതിർപ്പുള്ള സാഹചര്യത്തിൽ അതിൽ CPIM-ന്റെ മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കും സഭയ്ക്കുള്ളിൽ എന്നതിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭയിലേക്ക് എത്തും. അതിനും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് തന്നെ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നപ്പോൾ കേന്ദ്ര സഹായം വൈകുന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. പ്രതിപക്ഷ നേതാവട്ടെ മുഖ്യമന്ത്രിക്ക് ശേഷം അക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വിഷയവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. അങ്ങനെ സഭയിൽ പ്രതിപക്ഷത്തിന് ഉയർത്താൻ വിഷയങ്ങൾ നിരവധിയാണ്. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.